ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സൺഡേ അല്ലേ, ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട്, അല്ലെങ്കിൽ മാസത്തിൽ 2-3 തവണ പോകുന്നു ഞങ്ങൾ. ഇപ്പോൾ 3-4 മാസം എത്തുമ്പോൾ മാത്രം പോകുന്നവരായി. അപ്പോൾ തിരക്കുകൾ കാരണമാണ്. ചേട്ടായിക്ക് വർക്കുണ്ട്, എനിക്ക് സാരിയുടെ കാര്യങ്ങളുണ്ട്, അതിന് പിന്നെ പിള്ളേർക്ക് പ്രത്യേകിച്ച് സ്കൂളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും എവിടേക്കും പോകാനുള്ള നമുക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇത് പുതിയ പാലമാണ് കേട്ടോ, ഫറൂഖ് പുതിയ പാലാണ്. ഇത് ചാലിയാർപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെയൊക്കെ എന്തൊക്കെയോ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു, എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അത് പണിയെല്ലാം കഴിയുമ്പോഴേ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് മഴവിൽ കളർ പോലെ എന്തൊക്കെയോ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്കാണ്, കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കുട്ടൂസൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. ഇതാണ് വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടൂസൻ ഉറക്കമാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തി. പെട്ടെന്നാണ് മഴയൊക്കെ പെയ്തത്, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി, മഴയൊക്കെ ഇച്ചിരി തോർന്നപ്പം കാറിൽ നിന്ന് ഇറങ്ങി. ആദ്യം ചെന്നത് ഞങ്ങൾ ചായക്കടയിലോട്ടാട്ടോ. കോഴിക്കോട് ബീച്ചിൽ കുറേ അപ്പം ബീച്ചിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ചായക്കടയിലോട്ടാട്ടോ. കുറേ അധികം പലഹാരങ്ങളും എണ്ണക്കടികളും ഒക്കെ കിട്ടും. അത് ഫ്രഷായിട്ട് നമ്മുടെ മുന്നിൽ ചൂടോടെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ബീച്ചിൽ ചെല്ലുന്നത് തന്നെ ഇതൊക്കെ തിന്നാനായിട്ടാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആദ്യം ഇരുന്നത് ചായ കുടിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നല്ല ചൂടോടെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുട്ടൂസിനൊന്നും വേണ്ട, കുട്ടൂസിന് വെള്ളം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ചായ കൊടുത്തു. വേണ്ട, നല്ല ചൂടോട് കൂടിയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നു. അതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു വന്നു. അപ്പോൾ ഞങ്ങളത് മുക്കിയിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം തിന്ന് തീരാറായി. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് കല്ലുമ്മക്കായ ഓർമ്മ വന്നത്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ 2 കല്ലുമ്മക്കായും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് ചായയൊന്നും കുടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. ആൾക്ക് എങ്ങനെയെങ്കിലും താഴേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ മതി, ബീച്ചൊന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ്. ഞങ്ങൾ അതിനിടയിൽ കല്ലുമ്മക്കായൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ കല്ലുമ്മക്കായ കണ്ടപ്പോൾ കുഞ്ഞൂസ് ഓടി ഒരു കടി കൊടുത്തു കേട്ടോ. അതിനിടയിലാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം വാങ്ങി. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെയും കുട്ടനെയും പറയണ്ടല്ലോ, അവർക്ക് പിന്നെ അത് മതി. അപ്പോൾ 2 വണ്ടി കണ്ടോ, 2 വണ്ടി വാങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ഉപ്പിലിട്ട സാധനങ്ങൾ തന്നെയുണ്ടോ. അയ്യോ, ഇവിടെ കുറേ ഇങ്ങനെ കടകളുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പേരയ്ക്ക, ക്യാരറ്റ്, അങ്ങനെ ഒത്തിരി സാധനമുണ്ട്. പിന്നെ ചൊരണ്ടേസ് ഉണ്ട്, പക്ഷേ ചൊരണ്ടേസിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വെള്ളരിക്കയൊക്കെ ഇങ്ങനെ കുക്കുംബറൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്കൊരു പൈനാപ്പിൾ, ഞാൻ എപ്പോഴും വരുമ്പോൾ പൈനാപ്പിളാണ് കൂടുതൽ തിന്നാറ്. അപ്പോൾ ചേട്ടൻ ഒരു പൈനാപ്പിൾ എടുത്തു. അപ്പോൾ ഈ മഞ്ഞപ്പിത്തൊക്കെ ഓടി നടക്കുന്നതുകൊണ്ട് ഞാൻ വല്ലാതെ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ ഒരു പൈനാപ്പിൾ കഴിച്ചു. പിള്ളേർക്കൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞൂസ് വന്ന് വരുമ്പോഴൊക്കെ മാങ്ങയൊക്കെ തിന്നുന്നതാണ്, ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നുന്നതാണ്. എന്നാൽ വീട്ടിലുണ്ടാക്കിയതൊന്നും പറ്റില്ലേ, പുറത്ത് പോയി കഴിയുമ്പോൾ ഇതൊക്കെ വേണം. അപ്പോൾ ഞാൻ ഒരു പൈനാപ്പിളും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളിങ്ങനെ വിനായക ചതുർത്ഥിയും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഗണപതിനെ, നമ്മുടെ വിനായകനെ കടലിലേക്ക് ഒഴുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. കുഞ്ഞൂസാണെങ്കിൽ ചെണ്ടമേളമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ഇതൊന്ന് നേരിട്ട് കാണാം, വെള്ളത്തിൽ ഒഴുക്കുന്നത് നേരിട്ട് കാണാം. നമ്മൾ ഫോണിലും ടി വിയിലും സിനിമകളിലും മാത്രം കണ്ട കാഴ്ചകളാണ് അതൊക്കെ. അപ്പം നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ചേട്ടായും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി നേരിട്ട് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ പുറകേ പോയിട്ടോ. സംഭവം ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് പോകണ്ടോ എന്നൊക്കെ തീരുമാനിച്ചത്. അവസാനം ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഒഴുക്കാനുള്ള സ്ഥലത്ത്. അപ്പോൾ ചെണ്ടമേളൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഞങ്ങൾ ഒഴുക്കുന്ന കണ്ട് അങ്ങനെ ഇറങ്ങി. അത് നേരെ പോയി ഞങ്ങൾ മിഠായിത്തെരുവിലേക്ക്. ഒരു വള വാങ്ങാനായിട്ടാണ്. കുപ്പിവള വാങ്ങാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിഠായിത്തെരുവിൽ പോയത്. അപ്പോൾ ഒടുക്കത്തെ റേറ്റായിരുന്നു. ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന് തെരാപ്പാര നടന്ന് എല്ലാം കൂടെ കണ്ടിട്ട് നേരെ ഇനിയിപ്പോൾ ഓണം ആവാറായില്ലേ, അതിൻ്റേതായ സാധനങ്ങൾ വാങ്ങാനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അധികം വാങ്ങാനൊന്നും നിന്നില്ല. കുറേ ഇങ്ങനെ കണ്ടു. അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ വാച്ച് വേണം, ഷൂ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെന്നിട്ടാവാം, നമുക്ക് പിന്നെ വാങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ പോയിട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ കയറി അങ്ങനെ കണ്ടു. ഞങ്ങൾ ആദ്യം നനഞ്ഞു, മഴയുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ പെയ്തിട്ട്. അപ്പോൾ ഞാൻ മുഖമൊക്കെ തുടയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പിന്നൊരു സംഭവം കൂടെ കണ്ടത്. നമ്മുടെ കോഴിക്കോടിൻ്റെ പുതിയൊരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ലുലു മാൾ. അത് ഇന്നായിരുന്നു അതിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇനാഗ്രേഷൻ അന്നായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ കയറിയില്ല. സമയം ഒത്തിരി ആയി, 9:10 മണി ഏകദേശം ആവാറായിരുന്നു. പിന്നെ നാളത്തേക്ക് മോന് എക്സാമും ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയില്ല. ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ടൊരു ദിവസം ലുലു മാൾ കാണാനായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആ വീഡിയോ ഞാൻ ചെന്നിട്ട് ആ വീഡിയോക്ക് ഞാൻ ലുലു മാളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് ഞങ്ങൾ വണ്ടി പോകുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു. പിന്നെ എൻട്രൻസ് എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ആ എൻട്രൻസും കൂടെ എടുത്തു. വലിയ ലുലു മാളാട്ടോ, വിശാലമായ ഒരു ലുലു മാൾ. നല്ല രസമുണ്ടായിരുന്നു. പുറമേ നിന്ന് തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു, അതാണ് എടുത്ത് പറയേണ്ടത്. ഫുൾ 10, 11, 10, 10:15, 10:30 ആയി. പക്ഷെ ഒത്തിരി തിരക്കായിരുന്നു. റോഡ് ഫുള്ളും ബ്ലോക്കായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ പോകുന്നതാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ചാൻസ് ഞങ്ങൾ വീഡിയോസും കൂടെ എടുത്തു. അപ്പോൾ ഇതാണ് എൻട്രി, ഇതാണ് ലുലു മാളിൻ്റെ എൻട്രി കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ലുലു മാളിൻ്റെ എൻട്രി. അപ്പുറ സൈഡും ഉണ്ട് ഇപ്പുറ സൈഡും ഉണ്ട്. പാർക്കിംഗ് അപ്പുറത്തൂടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ ഇതാണ് പഴയ പാലം, ഫറൂഖിൻ്റെ പഴയ പാലം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട ഫുൾ ലൈറ്റ്സാണ്. ഞങ്ങൾ ഫസ്റ്റ് വന്നത് പുതിയ പാലത്തിലൂടെയാണ്. ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ പഴയ പാലത്തിലൂടെയാണ്. കണ്ട ഫുൾ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ പോകുമ്പോൾ. അപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടുക്കൂടെയാണ് പോയത്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടി, വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ പോകാനായിട്ട്. വെറുതെ അതൊക്കെ ഒരു രസം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മീൻ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല അടിച്ച് തകർത്തിട്ടാണ് വരുന്നത്. ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടിരുന്ന് പാട്ടൊക്കെ പാടും. നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാനും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും പാട്ടൊക്കെ പാടാനും കാറിലിരുന്ന് ഡാൻസ് കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവും. ആദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ എപ്പോഴും ബുക്കാറും പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ വേണ്ടാന്ന് ഇങ്ങനെ വെച്ച് യാത്രയൊക്കെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ബീച്ചിൽ പോകും. കുറേ നാളായി ഞങ്ങളിങ്ങനെ പറയുന്നു ബീച്ചിൽ പോകണം. പക്ഷെ സമയം ഒത്തു വന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടൂസിനും കുഞ്ഞൂസിനും വന്ന് ഉമ്മ വെക്കാനായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ അവർക്ക് 2 ഉമ്മയൊക്കെ കൊടുത്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ദിവസമൊക്കെ ഞങ്ങൾക്ക് സന്തോഷം. വീട്ടിലിരിക്കുമ്പോൾ എത്ര സമയം നമ്മൾ വീട്ടിലിരിക്കും, ആകെ ബോറടിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് മീൻ വാങ്ങണമല്ലോ, നാളത്തേക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനിൽ കയറി. ഞാൻ ചെമ്മീൻ കണ്ടിട്ട് നിർത്തി കേട്ടോ. ചെമ്മീൻ 1 കിലോയ്ക്ക് 600 രൂപ. അപ്പോൾ ഞാൻ ചെമ്മീൻ തിന്നേണ്ട കൊതി അങ്ങോട്ട് മാറ്റി. കുറേ മീനുണ്ടായിരുന്നു, ഒത്തിരി മീനുണ്ടായിരുന്നു. അവസാനം ഞാൻ ഒരു മാന്തയില്ലേ, നങ്കി എന്നൊക്കെ പറയും, നങ്കി മീൻ എന്നൊക്കെ പറയും, പച്ചമാന്ത വാങ്ങി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 3 കഷ്ണം ചിക്കൻ വാങ്ങി. വീട്ടിൽ കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി അച്ചാറും ചിക്കൻ വറുത്തതും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും പിള്ളേർക്കൊക്കെ വിളമ്പി. അവസാനം ഞങ്ങളെല്ലാവരും കുഴച്ചുരുട്ടി അതും തന്നു. അങ്ങനെ എന്താണ്ടോ ഞാൻ വാരി കൊടുക്കുകയാണ് 2 പേർക്കും. അങ്ങനെ ഇന്നത്തെ സൺഡേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു.